അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റജബ് മാസത്തിൻ്റെ അല്പം ചില പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ റജബിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളും അതുപോലെ ആ റജബിലെ നോമ്പിനെക്കുറിച്ചും അല്പം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. പരിശുദ്ധമായ റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസവുമാണ് റജബ്. എന്ന് മാത്രമല്ല, നമ്മൾ 5 വഖത്ത് നിസ്കാരം നിസ്കരിക്കാറുള്ളവരാണ്. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഈ 5 വഖത്ത് നിസ്കാരങ്ങളും നമുക്ക് നൽകിയ മാസമാണ് റജബ് മാസം. അതെന്താണ്? റജബ് 27-ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയത് ഈ റജബ് മാസത്തിലാണ്. ആ റജബ് 27-നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ എത്തുന്നതും അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്നതും അന്ന് സമ്മാനമായി 50 വഖത്ത് നിസ്കാരം കൊടുത്തയക്കുകയും ചെയ്തത്. എന്നാൽ ചരിത്രം വിശാലമാണ്, നമുക്കെല്ലാം അറിയാം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് വഫാത്തായി പോയ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ കണ്ടുമുട്ടുകയും ആകാശ ലോകത്ത് വെച്ച് കണ്ടുമുട്ടുകയും അവർ ഹബീബായ തങ്ങളുമായി സംസാരിച്ചപ്പോൾ അള്ളാഹു തന്ന 50 വഖത്ത് നിസ്കാരത്തെക്കുറിച്ച് അവരോട് പറയുകയും ചെയ്തപ്പോൾ, അല്ലയോ നബിയെ, ഇത് അങ്ങയുടെ സമുദായത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്, ഇതവർ ചെയ്യൂല, ഈ 50 വഖത്ത് നിസ്കാരം അവർ നിസ്കരിക്കുകയില്ല എന്ന് അന്ന് തന്നെ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്. ഇതിനിടയിൽ ചരിത്രം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ വീണ്ടും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയും അങ്ങനെ പല പ്രാവശ്യം മടങ്ങിപ്പോയി. അവസാനം 5 വഖത്തായി ചുരുക്കി കൊണ്ടുവന്നപ്പോൾ അന്നാരവും മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നബിയെ, അങ്ങയുടെ സമുദായം ഈ 5 വഖത്ത് നിസ്കാരവും കറക്റ്റായി നിർവഹിക്കുകയില്ല. അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നമ്മൾ സമയം വേണമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും, പക്ഷേ നിസ്കരിക്കാൻ 5 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കില്ല. നമുക്ക് സമയമില്ല, തിരക്കാണ് എന്നാണ് കാരണം പറയുന്നത്. 5 വഖത്ത് നിസ്കാരം കൂടിപ്പോയ 5 25, ഒരു ദിവസം വെറും 25 മിനിറ്റ് മാത്രം നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ. അത് ഒരുമിച്ച് വേണ്ട, 25 മിനിറ്റ് ഒരുമിച്ച് വേണ്ട, പല സമയങ്ങളിലായി 5 സമയങ്ങളിലായി 5 മിനിറ്റ് വീതം മാറ്റിവെക്കാൻ നമുക്കില്ല. സഹോദരന്മാരെ, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അതാ അന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞത്. ഇസ്രാ മിഅ്റാജ് നടന്നപ്പോൾ അന്ന് പറഞ്ഞത് അതാണ്, അങ്ങയുടെ സമുദായം 5 വഖത്ത് നിസ്കരിക്കുകയില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കിനി നാണക്കേടാണ്, ഇനി അള്ളാഹിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ഇനിയും കുറച്ച് തരണമെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, ഈ 5 വഖത്തിൽ അങ്ങ് തൃപ്തിപ്പെട്ടതിൻ്റെ കാരണത്താൽ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവർ, അങ്ങയുടെ സമുദായത്തിലെ ജനങ്ങൾ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ 50 വഖത്ത് നിസ്കരിച്ചതിന്റെ കൂലി ഞാൻ കൊടുക്കുന്നതാണ്. ആദ്യം നൽകിയ 50 വഖത്തിന്റെയും കൂലി ഞാൻ ഈ 5 വഖത്ത് ഞാൻ കൊടുക്കുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, അതാണ് സംഭവം. അപ്പോൾ ആ റജബ് മാസത്തിൽ നമുക്ക് നിസ്കാരം തന്ന ആ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. നമ്മൾ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഇതൊക്കെ നമ്മൾ ആ ഡേറ്റ് നമ്മൾ നോക്കി വെക്കാറുണ്ട്. എന്നതുപോലെ നമുക്ക് നമ്മുടെ ഈ സമുദായത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് 5 വഖത്ത് നിസ്കാരം നൽകിയതിൻ്റെ വാർഷികമാണ് ഈ റജബ് 27, വരാൻ പോകുന്ന റജബ് 27. ഈ റജബ് മാസത്തിലെ 27, ആ 27-ാം രാവിനാണ് അവിടെ നിന്ന് അള്ളാഹിന്റെ അടുക്കിലേക്ക് പോയത്, അള്ളാഹുവിന്റെ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയത്. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ വാർഷികമാകുമ്പോൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ, മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച്, ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ അന്ന് നിസ്കാരമൊക്കെ വർദ്ധിപ്പിക്കണം.
സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ഫർള് വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ഖളാ ആയിപ്പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടുക, ദുആ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിന് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നമ്മൾ ഒരുപാട് ദുആ രക്കുക. അതിനൊക്കെ പറ്റിയ ഒരു മാസമാണ്. പ്രത്യേകിച്ച് റജബ് 27 പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ദിവസവും ആണ്. അപ്പോൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളും ആ മാസത്തിലെ നോമ്പിനെ കുറിച്ചുമൊക്കെ മഹാന്മാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. അതാ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഓരോ ദിവസവും 100 പ്രാവശ്യം വീതം ആദ്യത്തെ 10, അതായത് ഇന്ന് 1 ഇന്ന് റജബ് 1, ഈ റജബ് 1 മുതൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലാൻ അധികരിപ്പിക്കാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റാണ് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വർദ്ധിപ്പിക്കാൻ മഹാന്മാർ പറഞ്ഞു തരുന്നു. സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഒരു 100 പ്രാവശ്യം ചൊല്ലുക. ചുരുങ്ങിയ 100 പ്രാവശ്യം. 100-നേക്കാൾ കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 100-നേക്കാൾ കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. 100 പ്രാവശ്യമെങ്കിലും ഈ മാസം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കുക. പല സമയങ്ങളിലായി നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ ഒരു സമയത്തിനും ചൊല്ലുക. സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്നിങ്ങനെ ചൊല്ലുക. അത് അധികവും പല സമയത്തായിട്ട് ചെല്ലാതെ നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായി ഇരുന്നു കൊണ്ട് ഒരു 100 പ്രാവശ്യം ഒക്കെ ചൊല്ലുന്നതാണ് നല്ലത്. എല്ലാ ദിവസവും 100 പ്രാവശ്യം, അല്ല ഓരോ വഖത്തിന് ശേഷം 100 പ്രാവശ്യം അല്ല, എല്ലാ ദിവസവും ചുരുങ്ങിയ 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ 10 വരുമ്പോൾ, റജബിലെ രണ്ടാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണിക്കാനുള്ള സൗകര്യം ഇപ്പോൾ നമുക്കില്ല, അതുകൊണ്ടാണ് എഴുതി കാണിക്കാത്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് കുറച്ച് ആവർത്തിച്ച് പറയുന്നത്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് എന്ന് രണ്ടാമത്തെ 10 ദിവസത്തിൽ ഇത് വർദ്ധിപ്പിക്കുക, ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. അങ്ങനെ മൂന്നാമത്തെ 10 ഒന്നുകിൽ 9 ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ 10 ദിവസം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് വർദ്ധിപ്പിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ആ റജബ് മാസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ആ മാസത്തിൽ ചൊല്ലേണ്ട ദിക്റുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ചൊല്ലുന്നവർക്ക് ഇങ്ങനെ ആ 3 10-നും ഈ 3 രൂപത്തിലുള്ള ദിക്റുകൾ, ഈ 3 ദിക്റുകൾ 100 പ്രാവശ്യം വീതം ചൊല്ലിയാൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇത് ചൊല്ലുന്നവർക്ക് ഒരാൾക്കും വിശേഷിപ്പിക്കാൻ കഴിയാത്ത പ്രതിഫലം നൽകപ്പെടുന്നതാണ്. നുസ്ഹത്തുൽ മജാലിസ്, നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം. അപ്പോൾ ഇത് ചൊല്ലുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ദിക്റുകൾ ഏതൊക്കെയാണ്? സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, അടുത്ത സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. ഈ 3 ദിക്റുകളാണ് 3 10-ലുമായിട്ട് നമ്മൾ ചൊല്ലേണ്ടത്. നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പ്രതിഫലം ഇത് കാരണമായി കിട്ടുന്നതാണ്. അത്രയ്ക്ക് വലിയ പ്രതിഫലം നൽകപ്പെടുന്ന 3 ദിക്റുകളാണ് ഇത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൽ നോമ്പെടുത്താലുള്ള പ്രതിഫലം, മറ്റ് പ്രതിഫലം എന്താണ്? പരിശുദ്ധമായി റജബിൽ നോമ്പ് പിടിച്ചാൽ, റജബ് 27-ന് പ്രത്യേകം സുന്നത്താണ്. അതുകൂടാതെ റജബ് മാസത്തിൽ നമുക്ക് കഴിയുന്നത്ര നോമ്പ് പിടിക്കാം, കഴിയുന്നത്ര നോമ്പ് പിടിക്കാം. അങ്ങനെ നോമ്പ് പിടിച്ചാലുള്ള പ്രതിഫലം എന്താണ്? ഒന്ന്, പാപം മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. ഈ റജബിൽ നോമ്പ് പിടിക്കുന്നവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതാണ്. പരിശുദ്ധമായ റജബിൽ നോമ്പ് വർദ്ധിപ്പിച്ചാൽ, പരിശുദ്ധമായ റജബിൽ ധാരാളമായി നോമ്പ് പിടിച്ചാൽ, അതാ അവൻ്റെ ബാക്കിയുള്ള ശിഷ്ടകാലമൊക്കെ പാപത്തിൽ നിന്ന് സുരക്ഷിതനായി നല്ല രൂപത്തിൽ അവന് ജീവിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? അന്ത്യനാളിൽ ദാഹമുണ്ടാകില്ല. ഒരു ജാൺ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഈ റജബിൽ നോമ്പ് വർദ്ധിപ്പിച്ച മനുഷ്യന്, റജബ് മാസത്തിൽ നോമ്പ് ധാരാളം പിടിച്ച മനുഷ്യന് ദാഹമുണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെ റജബ് മാസം മുഴുവൻ നോമ്പ് പിടിച്ചുകൊള്ളണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അത് സുന്നത്താണല്ലോ, കഴിയുന്നത്ര പിടിക്കുക. അങ്ങനെ മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി ആ റജബ് മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ, സുന്നത്തായ രൂപത്തിൽ ആ റജബ് മാസം ഫുള്ളായിട്ട് നോമ്പ് പിടിക്കാൻ കഴിയില്ലെങ്കിൽ 3 10-കളിൽ
നിന്ന് ഓരോ 10ലും ഒരു നോമ്പെടുക്കാൻ മഹാന്മാർ പഠിപ്പിക്കുന്നു. ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഒരു നോമ്പ് പിടിക്കുക, രണ്ടാമത്തെ 10 ദിവസത്തിൽ ഒരു നോമ്പ് പിടിക്കുക, മൂന്നാമത്തെ 10ൽ എന്തായാലും നമ്മൾ നോമ്പ് പിടിക്കും, റജബ് 27 നോമ്പ് പിടിക്കും. അങ്ങനെ പിടിക്കാനും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഫലമാണ് ഈ റജബ് 27 നോമ്പ് പിടിച്ചാൽ ലഭിക്കുന്നത്. എന്നാൽ റജബ് 27 റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത്. ഇനി റജബ് 27 നോമ്പ് പിടിച്ചാലോ? റജബ് 27 നോമ്പിന് പ്രത്യേകം പ്രതിഫലമാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നു, റജബ് 27 നോമ്പ് പിടിച്ചാൽ 6 മാസം നോമ്പെടുത്തതിൻ്റെ കൂലിയാണ്. 6 മാസം 60 മാസം നോമ്പെടുത്തതിൻ്റെ കൂലിയാണ്. 6 മാസമല്ല, തെറ്റിപ്പോയതാണ്. 60 മാസം നോമ്പെടുത്തതിൻ്റെ കൂലിയാണ്. 60 മാസം നോമ്പെടുത്തതിൻ്റെ കൂലി കിട്ടും ഒരൊറ്റ നോമ്പിന്. റജബ് 27 നോമ്പ് പിടിച്ചാൽ 60 മാസം നോമ്പ് പിടിച്ചതിൻ്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ തഴവ ഉസ്താദും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പലർക്കും അറിയാത്ത റജബിലെ നോമ്പിൻ്റെ റജബിലെ നോമ്പ് പിടിക്കുമ്പോൾ, ആ സുന്നത്തായ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ നിയ്യത്ത് എന്താണ്? സുന്നത്തായ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ നിയ്യത്ത് എന്താണ്? അത് അറബിയിൽ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല. അറബിയിൽ നിയ്യത്ത് വെക്കാൻ നിർബന്ധമൊന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. റജബ് മാസത്തിൽ സുന്നത്തായ നാളത്തെ നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നോമ്പ് പിടിക്ക് നിയ്യത്ത് വെക്കാൻ. നീ അറബി തിരഞ്ഞു നടക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. റജബ് മാസം ഏത് ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ. അപ്പോൾ റജബ് മാസത്തിൽ സുന്നത്തായ നാളത്തെ നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്ന് രാത്രിയിൽ നിയ്യത്ത് ചെയ്യാൽ മതി. പിന്നെ സുന്നത്തായ നോമ്പായതുകൊണ്ട് സുബൈക്ക് ശേഷം നിയ്യത്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ സുബൈ നിസ്കരിച്ചതിന് ശേഷം വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. അങ്ങനെ നിയ്യത്ത് വെക്കാൻ ഒരാൾ മറന്നുപോയി. സുന്നത്തായ നോമ്പിന് അങ്ങോട്ട് പ്രത്യേകതയുണ്ട്. നിയ്യത്ത് വെക്കാൻ ഒരാൾ മറന്നുപോയാൽ സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷവും അവന് നിയ്യത്ത് വെക്കാവുന്നതാണ്. പക്ഷേ ആ സുബൈയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സുബൈക്ക് ശേഷം നിയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ സുന്നത്തായ നോമ്പിൻ്റെ കൂടെ മറ്റൊരു പ്രത്യേകത എന്താണ്? പലർക്കും നോമ്പുകൾ ഖളാ ആയി കിടപ്പുണ്ടാകും. നോമ്പ് ഖളാ ആയി കിടക്കുന്നവർക്ക് ആ നോമ്പ് ഖളാ വീട്ടാനും കൂടി ഇതിൻ്റെ കൂടെ കരുതാൻ. അപ്പോൾ സുബൈക്ക് ശേഷം നോമ്പ് നിയ്യത്ത് വെച്ചാൽ പറ്റൂല. ഫർളും കൂടി കരുതുന്നെങ്കിൽ, റമളാനിൽ ഖളാ ആയി പോയ നോമ്പും കൂടി ഇതിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ അവർ സുബൈക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെ നിയ്യത്ത് ചെയ്യും? റമളാൻ മാസം എനിക്ക് ഖളാ ആയിപ്പോയ ഓരോ ഫർള് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നാളെ ഖളാ ആയിട്ട് പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. റമളാൻ മാസം എനിക്ക് ഖളാ ആയ ഒരു ഫർള് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നാളെ ഖളാ ആയിട്ട് പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്യുമ്പം നാവ് കൊണ്ട് പറഞ്ഞാൽ നിയ്യത്താവൂല, നാവ് കൊണ്ട് പറഞ്ഞിട്ട് മനസ്സിൽ കരുതണമെങ്കിലേ നിയ്യത്താവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് മുമ്പ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പറഞ്ഞതിന് ശേഷം റജബ് മാസത്തിൽ സുന്നത്തായ നാളത്തെ നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ആ നിയ്യത്തും കൂടെ ചെയ്യുക. അപ്പോൾ റജബിൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കിട്ടി, റമളാനിൽ നമുക്ക് ഖളാ ആയിപ്പോയ നോമ്പ് ഖളാ വീട്ടലും അതിൻ്റെ കൂടെ നടക്കുന്നതാണ്. രണ്ടും ഒരുമിച്ച് കിട്ടി. റജബിൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കിട്ടി, റജബിൽ സുന്നത്തായ നോമ്പെടുത്തതിൻ്റെ കൂലിയും കിട്ടി, നമുക്ക് ഖളാ ആയിപ്പോയ നോമ്പ് ഖളാ വീട്ടാനും പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരൊക്കെ ഇൻഷാ അള്ളാഹ് ഈ നോമ്പ് റജബിൽ നോമ്പ് പിടിക്കുകയും ഈ ദിക്റൊക്കെ ചൊല്ലുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ദുആ രക്കുമ്പോൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദുആ രക്കണമെന്നും നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരും മരണപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.